മനുഷ്യൻ പക്ഷിയായി മാറുന്നത് കണ്ടിട്ടുണ്ടോ? മധ്യ തിരുവിതാംകൂറിലെയും തെക്കൻ കേരളത്തിലെയും ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഗരുഡൻ തൂക്കം. ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയും പ്രശ്നപരിഹാരങ്ങൾക്ക് ഭദ്രകാളിക്കുള്ള നേർച്ചയുമായാണ് ഭക്തർ ഗരുഡൻ തൂക്കം നടത്താറുള്ളത്. മലയാള മാസങ്ങളായ കുംഭത്തിലും മീനത്തിലുമാണ് ഏറ്റവും കൂടുതൽ ഗരുഡൻ തൂക്കങ്ങൾ നടക്കുന്നത്. ചമയത്തിനുള്ള ഒരുക്കങ്ങൾ ഉച്ചയോടെ ആരംഭിക്കുന്നു. ശേഷം ഗംഭീര ചെണ്ടമേളത്തിന്റെ അകമ്പടിയിൽ രാത്രിയോടെ ഗരുഡവേഷമണിഞ്ഞ കലാകാരന്മാർ നൃത്തം ചവിട്ടി അരങ്ങിലേക്കെത്തുന്നു. കഥകളിയോട് രൂപസാദൃശ്യമുള്ള ഈ വേഷത്തിന് ഗരുഡൻ പറവയെന്നാണ് പേര്. വെള്ള മനയോല, ചുവപ്പ്, പച്ച, കറുപ്പ് നിറങ്ങൾ ചേർത്തുള്ള ചമയവും പട്ടുവാൽ, ഞൊറി, കച്ച, മുണ്ടി, മാവിൻതടിയുടെ ചീളുകൾ കൊണ്ടുണ്ടാക്കിയ അസ്ഥിമാല, ചാമരം, ഉത്തരീയം, കിരീടം എന്നിവ ഉൾപ്പെടുന്ന വേഷവും ചേർന്നാണ് ഈ ഗരുഡൻ വേഷം. താളത്തിനൊത്തുള്ള നൃത്ത ചുവടുകളുമായി 360 ഡിഗ്രിയിൽ കറങ്ങുന്ന കറക്കവും ചേർന്നുള്ള അത്ഭുത പ്രകടനങ്ങളെ പയറ്റ് എന്നും പറക്കൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഭക്തർ കാണിക്കയായി നൽകുന്ന നോട്ടുകളും ചില്ലറകളും ഒരു പക്ഷിയുടെ ചേഷ്ടകളോടെ രസകരമായ കുറുമ്പുകൾ കാട്ടി വേഷാധാരി കൊക്കുകൊണ്ട് കൊത്തിയെടുക്കുന്നതും ചിലത് കൊക്കുകൾ കൊണ്ടുതന്നെ മേളക്കാർക്ക് കൊടുക്കുന്നതുമെല്ലാം കൗതുകകരമായ കാഴ്ചകളാണ്. കാണിക്കകൾ എത്ര ഉയരത്തിൽ കൈപൊക്കി പിടിച്ചു കൊടുത്താലും നിലത്ത് വെച്ചു കൊടുത്താലും അതിസൂക്ഷ്മതയോടെ ഗരുഡൻ പറവ അതെല്ലാം കൊത്തിയെടുക്കും. നൃത്ത പ്രകടനങ്ങൾക്ക് ശേഷം നേർച്ചയായി കെട്ടിയാടുന്ന കുടുംബത്തിന്റെ വീടിനു ചുറ്റും അഗ്നിശുദ്ധി വരുത്തി രാത്രി 12 മണിയോടെ ഗരുഡൻ പറവ കൊട്ടും വാദ്യവും ആർപ്പുവിളികളുമായി പാലപ്പലിയുടെ അകമ്പടിയോടെ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് യാത്രയാകുന്നു. ഗരുഡൻ തൂക്കത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ദാരികാസുരനുമായുള്ള അതിഭയങ്കരമായ യുദ്ധത്തിനു ശേഷം ഭദ്രകാളി ദാരികനെ വധിച്ചു. എന്നിട്ടും ദാഹമടങ്ങാതെ വന്ന ഭദ്രകാളിയുടെ അടുത്തേക്ക് ഭഗവാൻ മഹാവിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ അയച്ചു. ഭദ്രകാളിക്ക് മുന്നിൽ ഏറെ നേരം നൃത്തം ചവിട്ടിയ ഗരുഡന്റെ മേലിൽ നിന്നും പൊടിഞ്ഞ ചോരത്തുള്ളികൾ കുടിച്ച് കാളി ദാഹമടക്കി. ചില കഥകളിൽ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാനാണ് ഗരുഡനെ അയച്ചതെന്നും നൃത്തം ചവിട്ടിയതുമെന്നും പറയുന്നുണ്ടെങ്കിലും ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തിയ ഗരുഡന്റെ സങ്കല്പം എന്നതാണ് ഗരുഡൻ തൂക്കത്തിന്റെ ആധാരം. ക്ഷേത്രത്തിലെത്തിയാൽ മറ്റ് തറവാടുകളിൽ നിന്നും വന്ന ഗരുഡന്മാർ ഒന്നിച്ചുകൂടുകയും പയറ്റ് നടത്തുകയും ചെയ്യും. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പയറ്റിനു ശേഷം ഏകദേശം 3 മണിയോടെ അവസാന ചടങ്ങായ തൂക്കം ആരംഭിക്കുന്നു. ഗരുഡവേഷധാരികളുടെ പിന്നിലെ തൊലി മൂർച്ചയുള്ള ലോഹക്കൊളുത്ത് കൊണ്ട് തുളച്ച് തൂക്കുമരത്തിലെ പീഠത്തിൽ തൂക്കിയിടുന്ന ചൂണ്ടക്കുത്തൽ എന്ന പ്രാചീന സമ്പ്രദായം ഒഴിവാക്കിയ ശേഷം ഇപ്പോൾ തൂക്കുമരത്തിന്റെ തട്ടിൽ ഗരുഡന്മാരെ നിർത്തിയാണ് ക്ഷേത്രത്തിന് വലം വയ്ക്കുന്നത്. ചൂണ്ടക്കുളത്തിൽ തൂങ്ങിക്കിടക്കുന്ന രക്തം വാർന്നൊഴുകുന്ന ഗരുഡൻ പറവയുടെ സമ്പ്രദായം മാറിയെങ്കിലും തട്ടിൽ കയറി നിൽക്കുന്ന ഗരുഡന്മാരുടെ പിൻവശത്ത് ചൂണ്ടക്കുളത്ത് കുത്തി അല്പം രക്തം എത്തിക്കുന്ന ചടങ്ങ് ഇപ്പോഴും തുടരുന്നുണ്ട്. തട്ടിൽ കയറി നിൽക്കുന്ന ഗരുഡന്മാരെ ആർപ്പുവിളികളോടെ എടുത്തുയർത്തി ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് കൊണ്ടുവരുന്ന അവസാന ചടങ്ങ് കാണേണ്ട കാഴ്ച തന്നെയാണ്. കേരളത്തിന്റെ മഹത്തായ പൈതൃകവും പാരമ്പര്യവും ഉൾക്കൊള്ളുന്ന നിരവധി അനുഷ്ഠാന കലകളിലൊന്നായ ഗരുഡൻ തൂക്കം കാണാനായി തെക്കൻ കേരളത്തിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലേക്ക് യാത്ര ആരംഭിച്ചോളൂ.